നമ്മൾ എന്തിനാണ് കറുപ്പ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതിനു പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? അതൊരു സാധാരണ ഫാഷൻ തിരഞ്ഞെടുപ്പ് മാത്രമാണോ, അതോ അതിലും ആഴത്തിലുള്ള എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ? പലപ്പോഴും കറുപ്പ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ പോലും അറിയാതെ ലോകത്തോട് ചിലത് പറയാനാണ്. നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാം. പലർക്കും ഇത് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാനാണ്. കറുപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ജീവിതത്തിൽ വ്യക്തത വേണം. ഈ നിറം അവരുടെ കഴിവും നിയന്ത്രണവും കാണിക്കുന്നു. ഇതിനെ എൻക്ലോസ്ഡ് കോഗ്നിഷൻ എന്നു പറയും. അതായത് കറുപ്പ് ധരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കരുത്തും തീരുമാനശേഷിയും തോന്നാം. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇതൊരു രക്ഷാകവചം പോലെയാണ്. താങ്ങാനാവാത്ത വികാരങ്ങളിൽ നിന്നുള്ള ഒരുതരം മറ. ശരി, ഇനി കറുപ്പ് വസ്ത്രം ധരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നത്? നമുക്ക് നോക്കാം. പല സർവേകളിലും ബുദ്ധി, ആത്മവിശ്വാസം തുടങ്ങിയ ഗുണങ്ങളുടെ കാര്യത്തിൽ കറുപ്പിനാണ് ഒന്നാം സ്ഥാനം. ഒരു പഠനത്തിൽ 64% പുരുഷന്മാരും പറഞ്ഞു കറുപ്പ് സ്വാശ്രയത്വത്തിന്റെയും കഴിവിന്റെയും പ്രതീകമാണെന്ന്. പക്ഷേ കേട്ടോ, ഈ കാഴ്ചപ്പാടിന് എല്ലായ്പ്പോഴും പോസിറ്റീവ് വശം മാത്രമല്ല ഉള്ളത്. സ്ത്രീപുരുഷ ഭേദമനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ട്. കറുപ്പണിഞ്ഞ പുരുഷന്മാരെ കൂടുതൽ ആക്രമണകാരികളായി കാണാമത്രേ. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ ഈ തോന്നൽ കുറവാണ്. കറുപ്പിന്റെ അർത്ഥം എപ്പോഴും ഇങ്ങനെയായിരുന്നില്ല. അതിന്റെ ചരിത്രം വളരെ വലുതും രസകരവുമാണ്. സമ്പത്തിന്റെയും ദുഃഖത്തിന്റെയും അടയാളത്തിൽ നിന്ന് പ്രതിഷേധത്തിന്റെ പ്രതീകമായി മാറിയ ഒരു വലിയ യാത്ര തന്നെയുണ്ട് കറുപ്പിന്. ഇനി നമുക്ക് കറുപ്പിന്റെ മറ്റൊരു വശം നോക്കിയാലോ? ഒരു ആത്മീയമായ കാഴ്ചപ്പാട്. സദ്ഗുരു പറയുന്നതനുസരിച്ച് വെള്ള ഊർജ്ജത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ കറുപ്പ് ചുറ്റുമുള്ള നല്ലതും ചീത്തയുമായ എല്ലാത്തിനെയും വലിച്ചെടുക്കും. അതുകൊണ്ട് നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ, അന്തരീക്ഷം നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കറുപ്പ് ധരിക്കരുതെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞു നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതിന്റെ എല്ലാം ചുരുക്കം? കറുപ്പ് ധരിക്കുന്നത് ഒരു സങ്കീർണമായ ഭാഷയാണ്. അതൊരു കവചമാകാം, പ്രസ്താവനയാകാം, അല്ലെങ്കിൽ ഊർജ്ജപരമായൊരു തെരഞ്ഞെടുപ്പ് പോലുമാകാം. അതുകൊണ്ട് അടുത്ത തവണ കറുപ്പ് ധരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾ എന്താണ് ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത്?